കർത്താവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2024 കടന്നു പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ 2024 നമ്മളെ മനോഹരമായി കാത്തു പരിപാലിച്ചു. അങ്ങയുടെ ഉള്ളംകൈയിൽ നമ്മളെ ചേർത്തണച്ചു. നമുക്ക് ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര പോലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചുവല്ലോ. അതിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നന്ദി കർത്താവേ, സ്തോത്രം അപ്പാ. സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഈ വചനം ഞാൻ സമർപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. 1 കൊളോസോസ് 2:3. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. യാക്കോബ് 1:5. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. 1 കൊരിന്ത്യർ 1:24. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. 1 കൊരിന്ത്യർ 12:8. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എഫെസോസ് 1:17. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയൊരു മനുഷ്യനെ ധരിക്കുവിൻ. കൊളോസോസ് 3:10. കർത്താവിൻ്റെ വചനം നമുക്ക് പുതിയൊരു മനുഷ്യനെ ധരിക്കാം. പുതിയൊരു വർഷത്തിൽ പുതുമയേറിയ ഒരു വർഷം നമുക്ക് കർത്താവ് വീണ്ടും തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഈ ദിനവും കടന്നു പോകും, അടുത്ത ദിനം വന്നു ചേരും. അപ്പോഴും ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ വാത്സല്യക്കരം ഈ വചനം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തോടൊപ്പം ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ 2024 കടന്നു പോകുമ്പോൾ കർത്താവേ, ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് 2025 നൽകുമ്പോൾ കർത്താവേ, അങ്ങയുടെ ലക്ഷ്യത്തിനൊത്ത് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്ന മക്കളായും അങ്ങയുടെ വചനത്തിൽ ജീവിക്കുന്ന മക്കളായും ഞങ്ങളെ മാറ്റണം. അപ്പനെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളാരും ഇന്നുവരെയും ലജ്ജിതരായിട്ടില്ല. അപ്പൻ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ സ്നേഹവാത്സല്യത്തിൽ ഞങ്ങളെ മൂടണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് കൊണ്ടു നടക്കുന്ന ആ വരദാനങ്ങൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ 2025 തുടങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണമേ. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് രൂപം കൊണ്ട് പുറത്തു വന്ന എൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും അവരുടെ കുഞ്ഞുമക്കളെയും എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. കൂട്ടുകുടുംബങ്ങളെ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. അതോടൊപ്പം എന്നോടൊപ്പമായിരുന്നു പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്ന പച്ച. അവരുടെ എല്ലാ ആവശ്യങ്ങളെ അങ്ങ് നടത്തി കൊടുക്കണമേ. ആത്മാവിൽ എല്ലാവരെയും നിറയ്ക്കണമേ. പുതുജീവൻ പകരണമേ. ശക്തി പകരണമേ. കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, ഓരോ മക്കളും കർത്താവെ ആത്മാവിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ കർത്താവെ എല്ലാ ആവശ്യങ്ങളെ എൻ്റെ കർത്താവിൻ്റെ കരം അവരുടെ മേൽ പൊതിഞ്ഞ് അവരെ കൊണ്ടു നടന്ന് കർത്താവെ വിശദീകരിക്കണമേ. ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ശക്തിയുടെ ആത്മാവിനെ അയക്കണമേ. ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. പിതാവെ, ഓരോ മക്കളെയും ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം കൊണ്ട് എല്ലാവരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെല്ലാം പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആത്മാവിൻ്റെ നിറവിൽ നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.